ഇന്നൊരു അടിപൊളി ഞണ്ട് റോസ്റ്റാണ് കേട്ടോ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഇതേ 4 ടേബിൾ സ്പൂൺ ഒരു പാനിലേക്ക് ഒഴിച്ച് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇത് 2 മീഡിയം സൈസ് സവാള ഇതേപോലെ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി, അതും കുനുകുനാന്ന് അരിഞ്ഞിട്ട് അതും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെ ഉദ്ദേശം ഈ സാധനങ്ങളെല്ലാം നല്ലതുപോലെ വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി മുളക് പൊടി ഒരേ അളവ് തന്നെയാണ് കേട്ടോ. പിന്നെ അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമ്മുടെ ഉപ്പ്, അപ്പോൾ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് നമ്മുടെ ഞണ്ട് അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാകത്തിന് ഉപ്പ് വേണം. പിന്നെ അതേ 1/4 ടീസ്പൂൺ ഗരം മസാല, അത് ഞാനിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിന് ശേഷമാണ് നമ്മുടെ താരം ഇങ്ങോട്ട് വേവിച്ച് ആ വെള്ളത്തോടു കൂടി നമ്മളിങ്ങനെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി ആ ഗ്രേവി മുഴുവൻ ഈ ഞണ്ടിലേക്ക് കയറി പിടിച്ചിരിക്കണം കേട്ടോ. കുറച്ച് വെള്ളത്തോടു കൂടി തന്നെ വേണം ഒഴിക്കാനായിട്ട്. വേവിച്ച് വെള്ളമായിരിക്കണം, സെപ്പറേറ്റ് വെള്ളമൊന്നും കോരി ഒഴിക്കരുത്, ടേസ്റ്റ് പോകും. അങ്ങനെ ഇങ്ങനെ ഇളക്കി ആ ഗ്രേവി മുഴുവനും നമ്മുടെ ഞണ്ടിലേക്ക് പിടിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഞണ്ട് വേവിക്കുന്നത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. ആ ഒരു വീഡിയോ ഞാൻ ഇതിനകത്താക്കിയില്ല, എല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് ഇങ്ങനൊരു വീഡിയോ എടുത്താലോ എന്ന് തോന്നിയത്. ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് മക്കളെ, ഒരു രക്ഷയില്ല. വെറുതെ നമുക്ക് കടിച്ച് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാം കേട്ടോ. ചോറിലൊക്കെ ആണെങ്കിൽ പിന്നെ ഒന്നും പറയേ വേണ്ട, അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഞണ്ട് കറി ഇഷ്ടപ്പെട്ടു, ഞണ്ട് കറിയല്ല ഞണ്ട് റോസ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട മുത്തുമണീസുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒന്ന് ഞാൻ ഈ ഉണ്ടാക്കിയ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.